റീസെന്റ് ഒരുപാട് പേര് റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ആണ് പ്രജിൻ പ്രതാപ് ആര്യ എന്ന് പറഞ്ഞ ഒരു കപ്പിളിന്റെ ഇന്റർവ്യൂ വീഡിയോ. ആ ഏട്ടൻ എന്നെ തല്ലിയാലും വിഷയമില്ല എന്ന് പറയുന്നു, അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്നു, ഇത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് അയച്ചു തന്നു, ചേട്ടാ നിങ്ങളൊന്നും പറയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് ഈ റീൽ ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് സ്പേസ് ആണ്. ഓക്കെ, ഇനി കപ്പിൾസ് ആണെങ്കിലും ഇനി എന്ത് റിലേഷനിലുള്ളവരാണെന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വന്നിട്ട് റീലിൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൽ പോകും. ഓക്കെ, അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയാ, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട, സിമ്പിളാണ് കാര്യം. പിന്നെ മാസ് കാണിക്കാൻ വേണ്ടി ഞാനൊരു തീട്ടായിയാണ്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, ഞാൻ തല്ലും, ഞാൻ മാസാണ്, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞ് എയർ പോകുന്നതിനോട് എന്ത് പറയാനാണ്? എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും എൻ്റെ മൈൻഡിൽ പോയത്. കാരണം ഞാൻ മാസാണ് അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ മാസാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തല്ലും അടിക്കും എന്നുള്ള കാര്യം എടുത്തിടുമ്പോൾ ഇതൊരു വൈഡർ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിലാക്കി ആളുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് എന്നുള്ളത് ആളുകളത് തിരിച്ചറിയും എന്നുള്ളതൊക്കെ ഇവർ തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് അവർ ഏറിപ്പോയി. ആൻഡ് ആ ഒരു ഇൻ്റർവ്യൂ ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റിൽ അങ്ങനെ എയറിൽ ആയിട്ട് നിൽക്കുമ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇൻ്റർവ്യൂ ആയിട്ട് ബിഹൈൻഡ് ദ വുഡ് ഐസിൽ വീണ്ടും പ്രജിനും ആര്യയും വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത് പറഞ്ഞത് ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു മാപ്പ്. അങ്ങനെ ആളുകൾ തെറ്റായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനു മാപ്പ് പറയണം? ഞാൻ പറഞ്ഞ കാര്യം ശരിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുന്നാൽ പോരെ? അപ്പം അത് ഞാൻ പറഞ്ഞ കാര്യം ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നുള്ളത് അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ രണ്ട് ഡിഫറെൻറ്റ് വീഡിയോസ് ആദ്യം മുതലേ കണ്ടുപോവാം, കുറച്ച് സമയം എടുത്താലും കണ്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോ അച്ഛനമ്മമാര് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ, ഓഫ് കോഴ്സ് സ്ട്രിക്റ്റ്. അപ്പൊ എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു എന്റെ വീട്ടിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് എന്റെ കുരുട്ട് സ്വഭാവത്തിന് എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ഏട്ടനാണ് എന്നെ കുഞ്ഞേ വാവേ മോളെ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ ഒരു പാമ്പർ ചെയ്ത് കൊണ്ടുവന്ന ആളാ. അപ്പൊ മോർ ദാൻ എ ഹസ്ബൻഡ് എനിക്ക് എല്ലാ ക്യാരക്ടറുമായിട്ട് എല്ലാമായിട്ട് കണക്ട് ആയി, അച്ഛനായിട്ട് ഏട്ടനായിട്ട് അമ്മയായിട്ട് ഒക്കെ എന്നുള്ള രീതിയിൽ. ഇനി എന്തെങ്കിലും ചെയ്താൽ അടി കിട്ടും, ഏട്ടൻ എന്നെ അടിക്കാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഇത് കംഫർട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതല്ല ഞങ്ങളുടെ ഇടയിൽ, മോർ ലൈക്ക് ഫാമിലി, എല്ലാം കൊണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു വ്യക്തി. ഓക്കെ, ഒരിക്കലും പിരിയാൻ പറ്റാത്തൊരു വ്യക്തി. അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അച്ഛൻ്റെയും അമ്മയുടെയും സ്ട്രിക്ട്നെസ് ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടില്ല ഈ കുട്ടിക്ക്. പക്ഷെ ഈ പറഞ്ഞ പാർട്ട്ണറിന്റെ ഈ പറഞ്ഞ അടി സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്നിട്ട് അവർ അത് ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്കും ഇത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ആയത്. ഓക്കെ, അത് ഈ ലൈഫിൻ്റെ ഈ ഒരു സ്റ്റേജ് വരെ അവർക്ക് അതൊരു കംഫർട്ട് സോണാണ്. നാളുകളിൽ ചിലപ്പോൾ അതൊരു കംഫർട്ട് സോൺ അല്ലാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിക്കും? അന്ന് എന്നെ തല്ലി, അന്ന് എന്നെ അടിച്ചു, ഞാനന്ന് റിയാക്ട് ചെയ്തല്ലോ എന്നുള്ള റിഗ്രറ്റ് വരും. പിന്നെ നിങ്ങളിത് പറയുന്ന ഒരു വൈഡർ ഓഡിയൻസിന് മുന്നിലായതുകൊണ്ട് കേൾക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇതേപോലെ അടി കിട്ടിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഇയാളെന്തിനും എന്നെ തല്ലെന്ത്, എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുള്ള മൈൻഡിലിരുന്ന് കാണുന്ന ആളുകൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ എന്താ വിചാരിക്കാറ്, ഷോ ഈ സെലിബ്രിറ്റീൻ്റെ ലൈഫിലും അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ളവരുടെ ലൈഫിലും ഇയാൾ തല്ലിയിട്ടും ഇയാൾ പിന്നെയും കംഫർട്ടായിട്ട് ഈ കുട്ടിയെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ എനിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചിലപ്പോൾ അങ്ങനെ ഒരു മൈൻഡിലേക്ക് ചിലപ്പോൾ പോകും. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് എനിക്ക് അടി കിട്ടി എന്നാലും ഞാൻ കംഫർട്ടബിൾ ആണ് ഇയാളുടെ കൂടെ എന്നുള്ളത് പറയുന്നത് അതൊരിക്കലും എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആവില്ല. അങ്ങനെ പലർക്കും ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ടാണ് ഒരുപാട് പേര് അതിൽ റിയാക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ അടിച്ചു എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ സെക്കൻഡ് വീഡിയോക്കാണ് ഞാനിത് ആദ്യം കാണിച്ചിരുന്നത്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെളുപ്പിക്കൽ പുട്ടിയിടലാണ് അപ്പുറത്ത് നടന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിന് എൻ്റെ വീട്ടിലേക്കാളും ഏട്ടൻ്റെ വീട്ടിലാണ് എന്റെ എല്ലാ കുരുത്തക്കേടും അംഗീകരിക്കുക ഏട്ടന്റെ വീട്ടിലാ. എന്റെ വീട്ടിൽ അപ്പൊ കിട്ടുമടി, ഏട്ടന്റെ വീട്ടിൽ എനിക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനും ഫ്രീഡം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതെ, അപ്പൊ അതൊരു വലിയ ഇപ്പൊ അവള് പറഞ്ഞ പോലെ അടി എന്ന് പറഞ്ഞാല് നല്ലോണം എന്റെ അടുത്ത് അടിയും കിട്ടിയിട്ടുണ്ട്. നല്ലോണം അടി കിട്ടിയ സമയത്തും അതെന്നെ ഒരു ഭാര്യ, എന്നെ ഒരു ഭർത്താവാണ് അടിച്ചത്, എന്നെ ഒരു ആണാണ് അടിച്ചത് എന്നുള്ളൊരു ഫോക്കസിലൊക്കെ അത് ഇതിപ്പോൾ ഞാൻ പബ്ലിക്കിൽ പറയുമ്പോൾ എന്താ ഒന്നും അറിയില്ല, പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇതൊരു ഭാര്യ എന്നെ ഭർത്താവായിട്ടാണ് കാണുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാധനമാണെങ്കിലും ഇതിനെ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല.
ഓഫ് കോഴ്സ്. അതാണ് സത്യം. നമ്മളവിടെ എനിക്ക് ചിലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനിയന്മാരെ തല്ലും. തല്ലുക മീൻസ് അങ്ങനെ അടിച്ച് അങ്ങനെയല്ല. അതെ, അതാണ് അങ്ങനെയാണ്. ഇതിലൊക്കെ ക്ലിയർ ആണ്. ഇവരെവിടെയും പറയുന്നില്ല ഇങ്ങനെ തൊട്ടതാണെന്നോ ആപ്പടാ എന്ന് പറഞ്ഞതാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ അടി. ആകെ പറഞ്ഞത് അനിയന്മാരെ കേസിൽ കുറച്ചിങ്ങനെ അങ്ങനെ ഓങ്ങി അടിക്കുക. പക്ഷെ ഭാര്യയുടെ കേസിൽ എൻ്റെ ഇത് നല്ലോണം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഇത് ഏത് സെൻസിൽ ആളുകൾ എടുക്കണം എന്നാണ് എനിക്കറിയില്ല. ആളുകൾ എങ്ങനെ നിങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരിക്കലും നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും അതിലൊരു മാസ് കാണുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ മാസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ തല്ലുന്ന ഒരാളാണ്. അപ്പോൾ ഭാര്യ അവിടുന്ന് യെസ് എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലൊരു മാസ് എലമെൻറ്റോ അല്ലെങ്കിൽ ഞാനൊരു റിയൽ ലൈഫ് ഇങ്ങനത്തെ ഒരു തല്ല് ഒരു കലിപ്പനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ സംഗതി പറഞ്ഞു വെച്ചത്. പക്ഷെ പാളി. അപ്പോൾ അത് നമ്മൾ ഞാൻ ഒരു പ്രായം തൊട്ട് എനിക്ക് കുറേ കുഞ്ഞു മക്കള് എല്ലാവരും ഇടയിൽ ഞാനൊരു മാസ്റ്റർ പോലെ നിൽക്കുന്നതാണ്. അപ്പൊ എനിക്ക് ചില കാര്യങ്ങളിൽ എന്റെ മൈൻഡിൽ അങ്ങനെയൊക്കെ ഒരു സാധനം. പിന്നെ അമ്മ ഞാനാണ് മൂത്ത മോൻ വീട്ടില്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ഞാൻ അനിയന്മാരെയൊക്കെ കൂടുതൽ എടുത്തു കൊണ്ടുനടന്നതും ചീത്ത പറഞ്ഞതും ഒക്കെ ഞാനാ. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. എൻ്റെ അനിയന്മാർ തന്നെ എൻ്റെ ഫ്രണ്ട്സും. പിന്നെ ആര്യമോള് വന്നപ്പോ അതേപോലെ തന്നെ ആയി. ഞങ്ങൾ അടി ഉണ്ടാക്കുകയാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ നമ്മളൊരു ഫ്രണ്ട്സ് ആയിട്ട് ഡീൽ ചെയ്യാം. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മള് 10 വർഷമായി അല്ലേ? ഓഗസ്റ്റ് വന്ന് 10 വർഷം കാണുന്ന ടൈമിലാണ്ട് 3 വർഷം നിങ്ങൾ കഴിഞ്ഞ 3rd ഇയറിലോട്ട് പോവാ. 8 വർഷമായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലാണെങ്കിലും പറയുന്നത് എന്താ? തല്ലുന്നതിനൊരു ന്യായീകരണവും ഉണ്ട്. ഓക്കെ, ആ തല്ല് അവിടെ മാത്രമല്ല. ടീച്ചർ ഹൂ കെയർസ് തല്ലും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. അവിടെ നിൽക്കുന്നില്ല. പിന്നെ ഈ സംഗതി ഇങ്ങനെ എന്താ പറയുക, ഞാൻ ജനിച്ച് വളർന്നപ്പോൾ തന്നെ ഒരു ഏട്ടൻ ആയിട്ടാണ് വളർന്നത്. പിന്നെ അതിനുശേഷം ഞാനൊരു ഡാൻസ് ടീച്ചറാണ്. നിങ്ങളെ ബേസിക്കലി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചില്ല, നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് വരെ ഈ പറഞ്ഞത് ബാധിക്കും. കാരണം നിങ്ങളൊരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ്, നിങ്ങളൊരു ഡാൻസ് മാസ്റ്ററാണ് ആ സ്കൂളിലെന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് നിങ്ങളുടെ ഒരു എന്താ പറയുക സ്വന്തം ഡാൻസ് സ്കൂളാണെങ്കിൽ പോലും ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, ഇവൻ ഇങ്ങനെ ഒരു ശീലം ഉണ്ടോ, ഇവൻ കുട്ടികളെ തല്ലുവോ, ഇവൻ നമ്മളെ മക്കളെ തല്ലിയിട്ടുണ്ടാവുമോ, ഇവൻ ഇങ്ങനത്തെ ഒരു സാറാണോ? പണ്ടത്തെ ജനറേഷനിലെ അച്ഛനമ്മമാർ ചിലപ്പോൾ ചിന്തിക്കുക എന്താ, നമ്മളോടൊക്കെ നമ്മളെ അച്ഛനമ്മമാർ പറഞ്ഞിട്ടുണ്ടാവും, തല്ലി പഠിപ്പിച്ചാലേ നിങ്ങൾ പഠിക്കൂ, തല്ലി വളർത്തണം. ആ ഒരു സ്കീമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ അച്ഛനമ്മമാർ അവരുടെ കുട്ടികളെ തല്ലി, ഇപ്പോഴത്തെ അച്ഛനമ്മമാരാണ് കുട്ടികളെ തന്നെ അടി കിട്ടിക്കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യത്തിന് ഒരു തെറ്റും ചെയ്യാതെ ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ദേഹത്ത് കൈ തൊട്ട് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും റിയാക്ട് ചെയ്യും. അപ്പോൾ ഇത് ഇവരുടെ ബിസിനസ്സിന് വരെ ബാധിക്കുന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കണം മേ ബി. എനിക്ക് തോന്നുന്നു ഇവർ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവരുടെ ബിസിനസ്സിലേക്ക് ഇത് ബാധിക്കും, ഇവരുടെ ഈ പറഞ്ഞ വാവിട്ട വർത്താനം എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഒരു ഇന്റർവ്യൂവിൽ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ സാധനമായിട്ട് വന്നത്. അതും കൂടി ഒന്ന് കാണാം. വീഡിയോയിൽ വന്നിരിക്കുന്ന സംഭവം വെച്ച് നോക്കും, ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ. നമ്മൾ അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിലൊരു സോറി, ലൈക്ക് അതൊരു സമൂഹത്തിന് റോങ് മെസ്സേജ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതി കാണുമ്പോൾ ഒരാൾക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഇതെന്താ ഇത്, ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നു, അവൾ അതിനെ അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നു എന്നുള്ളൊരു കണ്ണിലെ നോർമലി എല്ലാ വ്യക്തികളും അത് കാണും. അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല. കേട്ടവർ ആ സെൻസിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അത് പറഞ്ഞത് ഈ പ്രജയുടെ നല്ല അടി തരും എന്ന് പറഞ്ഞ സാധനം, ഞാൻ പറഞ്ഞു നല്ല കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് എന്നെ ചുമ്മാ ഇങ്ങനെ ഒന്ന് തല്ലുന്ന തന്നെ ഏട്ടന് നല്ല അടിയാണ് ഏട്ടൻ്റെ ഇതിൽ. കാരണം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടാറ്റു അടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അത് കണ്ടിരുന്ന് കരഞ്ഞ ആളാണ്. എനിക്കൊരു സൂചി കുത്തുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് പ്രജ എന്നുള്ളത്. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതാണ് ഏട്ടൻ്റെ നല്ല അടി ആദ്യത്തുള്ളത്. എൻ്റെ മോനെ എന്താണെങ്കിലും കയ്യിൽ നിന്ന് പോയി നല്ല തല്ലുന്നുള്ളത് ഇങ്ങനൊരു തൊടലാക്കി മാറ്റി. എടാ എന്തോന്നടേ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു വട്ടം അത് പോയി. അപ്പം അതിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ചാനലിൽ വന്നിരുന്നിട്ട് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, അത് അന്ന് അങ്ങനെ സംഭവിച്ചു. ഇപ്പം ഞങ്ങളെ ലൈഫിൽ അടി നടക്കാറില്ല, കഴിഞ്ഞു, സിമ്പിളാണ് കാര്യം. അങ്ങനെ പറയേണ്ടടുത്ത് വീണ്ടും ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് വീണ്ടും പറയണം എന്നെ ഇങ്ങനെ തൊട്ടതിനാണ്
അത് ഭയങ്കര ഒരു അടി തല്ലുന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനുശേഷം 100 വേറൊരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പറയുന്ന കാര്യത്തിൽ ആളുകളിലേക്ക് കൺവേ ആക്കാനാണെന്നുണ്ടെങ്കിൽ ആ കാര്യം അത്ര എന്താ പറയുക കൃത്യമായി നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതേ നടക്കും. ഇതിപ്പോൾ വെറുതെ അടുത്തത് വന്ന് ഇനിയിപ്പോൾ ഈ കഥ മൊത്തം ഇങ്ങനെ തല്ലി ഇങ്ങനെ തൊട്ടു അടുത്ത കേൾക്കാം. നമ്മള് ആ സംഭവം കണ്ടു കഴിഞ്ഞപ്പോ, ആ ക്ലിപ്പിങ്സ് കണ്ടു കഴിഞ്ഞപ്പോ ശരി അത് പറഞ്ഞത് മാറിപ്പോയോ എന്നുള്ള എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോ. പക്ഷെ ഞാൻ ചോദിച്ചു, അല്ല ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഒച്ചയിടാറുണ്ടായിരുന്നു, ഇതൊക്കെ എവിടെ? ഇത് ഞാൻ ചോദിച്ചു, ഇതൊക്കെ എവിടെ പോയി? ഇതൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ആ ഒരൊറ്റ സാധനം വന്നപ്പോ നല്ല അടി അടിക്കും. പിന്നെ ഞാൻ ഭയങ്കര അഭിമാനത്തിൽ ഇരുന്നിട്ടോ എനിക്ക് നല്ലോണം രണ്ടുപേരും ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന ഞാനും അതിന് ആ ആംഗിളിൽ നോക്കിയപ്പോ അവരുടെ ഭാഗത്തും ചിന്തിച്ചപ്പോ ശരിയാണ്. ഇങ്ങനെ കാണുമ്പോ ഏതൊരു പ്രേക്ഷകനോ ഏതൊരു ആൾക്കും വലിയ സംഭവമായിട്ട് ഇവര് കാണുന്നത്. ഒരു കാര്യം ചിന്തിക്കുമ്പോ ഇവരൊക്കെ അതിന് ഓപ്പോസ് ചെയ്ത് സംസാരിക്കുമ്പോ അതൊരു കണക്കിന് അതൊരു പോസിറ്റീവാണ്. നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ചെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ആളുകൾ പറഞ്ഞതിനോട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്നാണ് വീണ്ടും അവർ പറയുന്നത്. പിന്നെ ആളുകൾ റിയാക്ട് ചെയ്യാറ്. കാരണം ഈ ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ, പുറത്ത് പറയാൻ പറ്റാതെ നടക്കുന്ന എത്ര പേരുണ്ട്. അവരെ മുന്നിലേക്ക് ഇത് ഗ്ലോറിഫൈ ചെയ്ത് അവിടെ വിടുമ്പോൾ അത് ഭയങ്കര വലിയൊരു ക്രൈമാണ് നിങ്ങളാ ചെയ്തത്. പിന്നെ ഇപ്പം ഇപ്പോഴും വന്നിരുന്ന് പറയുന്നത് എന്താ, നിങ്ങൾ വീണ്ടും അതൊരു ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. കാരണം ഇത് ഇങ്ങനെ തൊട്ടിട്ടേ ഉള്ളൂ. അടിക്കാനുണ്ടായ സാഹചര്യം, അടിയുണ്ടായ കഥ. റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾക്കൊരു ബോധം വേണം, അതൊരു ബോധ്യം വേണം. എപ്പോഴും ഞാൻ പറയുന്നത് അതാണ്. ഈ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, ഓക്കെ, ആണോ പെണ്ണോ, ഇനി രണ്ടാളും കൂടി കൂടിയിട്ട് പാർട്ട്നേഴ്സോ ഫ്രണ്ട്സോ ഭാര്യ ഭർത്താവോ എന്തോ, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിനകത്ത് പറയേണ്ട കാര്യങ്ങളും പറയേണ്ടാത്ത കാര്യങ്ങളും ഒന്ന് പിടിച്ച് പറയുന്നത് നല്ലതാണ്. ഓക്കെ, എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ മാസാവാൻ വേണ്ടി ഞാൻ എന്തും കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്കും ഈ പറഞ്ഞ ഒരു ലിമിറ്റ് എവിടെയാണ് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷെ അത് നമ്മളത് ടേക്ക് കെയർ ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സൊസൈറ്റിയുടെ മുന്നിൽ വരുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം, പല രീതിയിൽ ആളുകൾ എടുക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ന്യായം വേണം, എന്നാലും നമുക്ക് ഉറച്ചു വെക്കാൻ പറ്റും. ഇതിപ്പോൾ അതില്ല. പറഞ്ഞത് മാസാക്കി ഇരുന്നിട്ട് എന്നെ തല്ലിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം തൊട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും അപ്പൊ അതൊക്കെ എനിക്കൊരു റെസ്പെക്ട് ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് മനസ്സിലത്. എന്റെ 7 വർഷമായി നമ്മൾ പി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു ലേഡിയാണ് പാർട്ണർ. സജിമോളുടെ മക്കള് അച്ചു ബൂബു ഒക്കെ നമ്മളെ കൂടെ കുഞ്ഞില് ഞാൻ ട്യൂഷൻ എടുത്തിട്ടും ഏട്ടൻ പഠിപ്പിച്ചിട്ടും ഞങ്ങളെ കൂടെ വളർന്നു വന്ന എത്ര മക്കളുണ്ടെന്ന് അറിയാം അവിടെ. ഈ കുട്ടികളുടെ അടുത്തൊക്കെ ലൈക്ക് ജസ്റ്റ് എന്തോ ടീച്ചർ എന്തോ പറഞ്ഞു. അത് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഏട്ടൻ പറഞ്ഞത് ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ അടിക്കാറുണ്ടെന്ന്. അടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അടിയല്ല കേട്ടോ. സ്റ്റെപ്പ് തെറ്റിക്കുമ്പോ ഒന്ന് നല്ല കിട്ടുവേ എൻ്റെ അടുത്തുനിന്ന് ഈ സാധനം. അപ്പൊ അവൻ പറഞ്ഞു കെയറിംഗ് ലൈക്ക് എ ടീച്ചർന്ന്. പക്ഷെ ഇതെല്ലാം കൂടെ എന്താ ഈ പരുവത്തിലേക്ക് പുറത്തെത്തി. എന്നാൽ പോലും ഞാൻ ഡാൻസ് പഠിപ്പിക്കുമ്പോ അങ്ങനെ നല്ല കിട്ടും എൻ്റെ അടുത്തുനിന്ന് അങ്ങനത്തെ പറയുന്ന രീതി. ഇപ്പൊ ഈ പറഞ്ഞതാണ് ഇതിലെ മെയിൻ വിഷയം. അല്ലാതെ ഇവര് തമ്മിലുള്ള ഈ അടി പുറത്ത് പറഞ്ഞത് കൊണ്ടുള്ള വിഷയമൊന്നുമല്ല. ഇവർക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിനെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ അന്നും പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനൊരു ഡാൻസ് മാസ്റ്ററാണ്, എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ തെറ്റിക്കുമ്പോൾ ആസ് എ ടീച്ചർ ഞാൻ എന്ത് ചെയ്യും, ശരിയാക്കിട്ടോ ഇങ്ങനെ പറയും. ഞാൻ അടിയും ഞാൻ തല്ലും. ആ മാസമാണ് അവിടെ വിഷയമായത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഈ പറഞ്ഞ ആളുകൾ കയറി ഓഡിറ്റ് ചെയ്യുന്നു, അതല്ല ഇവരുടെ പ്രശ്നം. ഈ പറഞ്ഞ ഡാൻസ് ക്ലാസ് റിലേറ്റഡ് ആയിട്ട് കുട്ടികളും പാരൻസും ഇനി എന്ത് പറയും, ഇതുകൊണ്ട് അവരുടെ ബിസിനസ് ഡിമ്മാവോ. ഈവൻ പാർട്ട്ണർഷിപ്പിൽ പോകുന്നൊരു സാധനം ആയതുകൊണ്ട് ഇങ്ങനെ സാധനം പുറത്തു പോകുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അപ്പം ഇത് നോക്കിയും കൊണ്ടും വേണം സംസാരിക്കാൻ. ഞാൻ ജോബ് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ഡയറി മിൽക്ക് ഒരു കിറ്റ്കാറ്റ് 2 ഞങ്ങൾ 3 പേരാണല്ലോ, ശ്രീയാനും ശ്രുതി ഞാനും. അതിലേറ്റവും വലിയ കിറ്റ്കാറ്റ് എടുത്തിട്ട് അനിയൻ എടുത്തു.
അത് രണ്ടാം എനിക്ക് തനി മഞ്ച കിട്ടിയത്. ഇവൾക്ക് മഞ്ച ചെറിയ 5 റുപ്യന്റെ മഞ്ച കിട്ടിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രജിട്ടാ കിറ്റ്കാറ്റ് വാങ്ങി. ഞാൻ പറഞ്ഞു അവൻ തരും, കിറ്റ്കാറ്റ് വാങ്ങിത്താ. ഞാൻ പറഞ്ഞു ഇവളെവിടെ വാശി പിടിച്ചു, അയക്ക് വേണം വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ സില്ലിയാക്കി വളരെ കോമഡി ആക്കി ചിരിച്ച്. ഇവള് അമ്മ അപ്പുറത്തുനിന്ന് ഇങ്ങനെ എന്തോ തുന്ന് എന്തോ സാധനം ചെയ്യണ്ടേ. ഇവള് വന്നിട്ട് ആ മിക്സറിന്റെ കവർ എടുത്തിന്റെ തലക്ക് രടി. ഞാൻ മിക്സറിൽ ഇങ്ങനെ കുളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതില് അമ്മ ഇങ്ങനെ നോക്കി. അതിന് ഞാൻ അത് എന്തോ ഒരു പോലെ ആയിപ്പോയി. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അടി. അവരെ ഇപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോ അത് അടിയാണ്. ഇപ്പൊ അത് ഞങ്ങൾ ആ ഫണ്ടിലാണ് ഇത് ഓപ്പൺ ആയിട്ട് പറയണേ. അല്ലാതെ നമ്മൾ ഈ ഓഡിയൻസ് ഉദ്ദേശിക്കുന്ന പോലത്തെ അടി ഉണ്ടാക്കി നമ്മൾ പറയില്ല. ശരി. അപ്പൊ മിച്ചർ കൊണ്ട് തലയ്ക്ക് അടിച്ചു എന്ന് പറയുന്നതാണ് അടി, അല്ലാതെ പ്രേക്ഷകരെ നിങ്ങളാണ് പ്രശ്നം, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ബാക്കി ചാനലുകാരാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇതിൽ റിയാക്ട് ചെയ്ത് കമന്റ് ഇട്ട ആളുകളാണ് പ്രശ്നക്കാർ. ഇവർ മിക്സർ വെച്ച് തലയ്ക്ക് അടിച്ചത് മാത്രമാണ് പ്രശ്നം പറയുന്നത്. അതാണ് ഇവരെ കൊടൂരമായ അടി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു മക്കളെ, ഏത് നൂറ്റാണ്ടിൽ ഏത് സ്കൂളിലാണ് നിങ്ങൾ ജീവിക്കണേ എനിക്കറിയാൻ പാടില്ല. അല്ല അതോ ഇനിയിപ്പോ ഞാൻ കലിപ്പനല്ല, റിയൽ ലൈഫിൽ ഇവളാണ് കലിപ്പത്തിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മിക്സർ കഥയായിട്ട് വന്നത്? ഡൊമസ്റ്റിക് വയലൻസ് ആര് ചെയ്താൽ ഇപ്പൊ ഇത് നിങ്ങളൊരു അടിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആണ് പെണ്ണിനെ അടിക്കുമ്പോൾ മാത്രമല്ല ഡൊമസ്റ്റിക് വയലൻസ് ആവുന്നത്, തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയാലോ അത് അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലല്ലേ ഇതെല്ലാവരും കാണേണ്ടത്. അങ്ങനെയല്ലേ എല്ലാവരും കാണുക. ഓക്കെ, ഇതിപ്പോ ഒരു വൻ വെളുപ്പിക്കൽ പൊട്ടിയുള്ള പ്രക്രിയയായി മാറിയല്ലോ അത്. മിച്ചർ കേസൊക്കെ ഇതാണ് അടി എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെയും കഥ പറയുന്നുണ്ട്. അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയ പിറ്റേ ദിവസം ഒരു വീട്ടുകാർ സ്വീകരിക്കുമോ? ഒരിക്കലും ഇല്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചും സ്ട്രിക്റ്റ് ആയിട്ടും ഒക്കെ വളർത്തിയ ആൾ. അപ്പം ഞാനങ്ങ് പോയി എന്ന് കണ്ടപ്പോൾ അവർക്ക് എന്നെ അംഗീകരിക്കാനേ പറ്റിയിരുന്നില്ല. ഏട്ടൻ്റെ വീട്ടിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഏട്ടൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ കയറ്റിയായിട്ട് കൂളായിട്ട് വീട്ടിൽ കയറി ചെന്നു. ആ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നമ്മുടെ വീടെന്ന്? 600 എന്നൊക്കെ. കൂട്ടുകുടുംബല്ലടാ, കാലം എത്ര പുറകിലാ. ഏട്ടന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ജോയിന്റ് ഫാമിലിയാ. അതിൽ നിന്ന് ഓരോ കുടുംബങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞ് അവരൊക്കെ വീടെടുത്തെടുത്ത് മാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏട്ടന്റെ വീട് അവിടെ മക്കളെ കല്യാണം പ്രമാണിച്ച് വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് മാറാൻ വേണ്ടി ഡാഡി ഒരു എന്താ പറയാ, ഒരു പ്രാവുകൂട് പോലത്തെ ഒരു വീട് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ താഴെ ഡാഡി അമ്മയും കിടക്കും, മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ഒരു പ്ലെയിൻ ഏരിയ, പിന്നെ മുകളിലുള്ളത് എന്താന്ന് പറയുക ഓടാ. അതായത് ആകാശമൊക്കെ കണ്ട് നമുക്ക് അവിടെ ബെഡിട്ട് കിടക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു വീട്ടിൽ ഒന്നാമത് ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയത് കാരണം തന്നെ എവിടെയാ അടി പൊട്ടുക നോക്കി നിൽക്കുന്ന സൊസൈറ്റിയും ചുറ്റിലും ഇവരെപ്പോഴാ പ്രശ്നം ഉണ്ടാക്കുക ഇങ്ങനത്തെ ആളുകളുടെ ഇടയിലുള്ള ഒരു നാട്ടിലുമാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഒന്നും സംസാരിക്കാൻ പോലുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പാർട്ട്ണറോട് മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും ഉറക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയെ ആരും എന്നെ വിളിക്കുന്നില്ല. ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. രാത്രി സംസാരിക്കുമ്പോൾ ലേറ്റ് നൈറ്റ് ആണ്, ഞാൻ എന്തോ പറഞ്ഞോ ഒച്ചയിട്ടു. നമുക്ക് ദേഷ്യം വന്ന ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗണ്ട് റേസ് ആവുന്ന നമുക്ക് പോലും ഒരു ഐഡിയ കിട്ടില്ല. ഏട്ടൻ പേടിച്ചേട്ടൻ പറഞ്ഞു മോളെ ഒച്ചട്ടല്ലേ, ആളുകൾ ശ്രദ്ധിക്കും, ആൾക്കാരെ എനിക്ക് രാത്രിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മതിയായി മറ്റേ സംഭവം ബാംഗ്ലൂർ ഡേയ്സിൽ ഇനിയെങ്കിലും ആരെങ്കിലും ഒന്ന് കേൾക്കട്ടെ എന്നുള്ള സ്കീമില് ഞാൻ അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞപ്പോ പ്രൊജക്ട് ഒച്ചട്ടല്ലേ എന്നിട്ട് എന്റെ കൈക്ക് ഒരു അടി അടിച്ചു, ശരിക്കും അടിച്ചു. അപ്പൊ എന്നെ ജീവിതത്തിൽ ഏട്ടൻ അങ്ങനെയെങ്കിലും അടിക്കുന്നത് ഫസ്റ്റ് ടൈമാണത്. അപ്പൊ ഞാൻ സ്റ്റക്കായി പോയി. ഞാൻ മിണ്ടാതെ അവിടെ പോയിരുന്നു. അപ്പം ഏട്ടൻ വന്നിട്ട് പറഞ്ഞു മോളെ പ്ലീസ് എടാ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളൊരു വഴക്കൂടെ ഉണ്ടാക്കിയാൽ ഇവിടെയും കൂടെ നിൽക്കാൻ പറ്റാടാ, എങ്ങോട്ട് പോകും ഞാനൊരു പെൺകുട്ടീനെയും കൊണ്ട്, എനിക്ക് നിവർത്തിയില്ല, ഒന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ കയ്യിൽ ഇങ്ങനെ ഒരു അടി അടിച്ചതാണ് എന്നാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഈ അടികളുടെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ ഇവര് പറയുന്നത്. മിക്സർ കൊണ്ട് തലയ്ക്ക് അടിച്ചു, കയ്യിൽ ഇങ്ങനെ ഒരു അടി അടിച്ചു. ഇവര് ഏത് കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചവരെ എനിക്കറിയില്ല. 1940s 1950s അവരെ കല്യാണം കഴിഞ്ഞത്. അല്ല, ഇവര് ഈ ഇന്റർവ്യൂ മൊത്തം ഞങ്ങളുടെ കാലഘട്ടത്തിൽ 10 കൊല്ലം മുമ്പ് പറഞ്ഞാൽ 2013, 14, 15 ആ ഒരു ഗ്യാപ്പല്ലേ. അല്ലാതെ 10 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ 1940 അല്ലല്ലോ. ആണോ? മൊബൈല് ഇല്ല, വാട്സാപ്പില്ല, ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ. അതായത് ഇവരേതോ പ്രാചീന കാലഘട്ടത്തിൽ കല്യാണം കഴിച്ച 2 വ്യക്തികൾ. അതായത് പറ്റങ്ങട്ട് തള്ള വൈബ് പിടിച്ച ആളുകൾ പറയൂല്ലോ, അതേമാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2014, 15 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് 10 കൊല്ലം ബാക്ക് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, പിന്നെ ഇപ്പം ഈ കുട്ടി പറഞ്ഞു വെക്കുന്നതിലാണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നു, അതും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലാതെ ഇറങ്ങിപ്പോകുന്നതാണ് അവർ. ഓക്കെ, എന്നിട്ട് നേരെ ഈ വീട്ടിൽ വരുമ്പോൾ ആ പ്രാവുംകൂട് വരുത്ത വീട് എന്നൊക്കെ പറഞ്ഞ് ഇത് അടുത്ത ട്രോളും അടുത്ത എയർപോക്കായിരിക്കും ഇത്.
ആൾക്ക് ഇനിയിപ്പോൾ ഈ പ്രേമിച്ച് വന്ന വീട്ടിലാൾക്ക് ഇനി വേറെ എന്താ ആവശ്യം എന്നൊക്കെ ചോദിച്ചാൽ ഇനിയും കുറേ പേര് ഇത് കീറി മുറിക്കാൻ വരും. ഇതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഡ്രോപ്പ് ചെയ്യും. ഇതിലാ വീണ്ടും വീണ്ടും ഈ മിച്ചർ തല്ലിയ കഥയും കയ്യിലടിച്ച കഥയൊക്കെ ആയി വന്ന് വീണ്ടും വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നിട്ട് ഏറെ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്തായാലും പറഞ്ഞ് കയ്യിൽ നിന്ന് പോയി. ഓക്കെ, കയ്യിൽ നിന്ന് പോയത് ഇനി അവിടെ പോട്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ആ വഴിക്ക് വിടും. അല്ലാതെ ഇനിയും വന്ന് ഇല്ല ഇത് മിച്ചർ കൊണ്ട് അടിച്ചതാണ്, ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റെ കയ്യിലൊന്ന് തൊട്ടതാണ്. എന്താന്നറിയോ, ഞാൻ ചെറിയ കൊട്ടാണ് അടി എന്ന് അങ്ങനെ പോലും അടിക്കുന്നത് ഏട്ടന് നല്ലൊരു അടിയായിട്ട്. അപ്പൊ ഏട്ടൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്ന് അവൾ അതിനെ ഒരു ഭാര്യനെ ഭർത്താവ് തല്ലി അല്ലെങ്കിൽ ഒരു ആണ് പെണ്ണിനെ തല്ലി എന്നുള്ള സെൻസിൽ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. അത് വ്യക്തമായി പക്ഷെ എന്താന്ന് വെച്ചാല് അടി എന്നുള്ളത് അടി തന്നെയാണല്ലോ. അപ്പം അങ്ങനെയാണ് ഇത് പ്രേക്ഷകര് കൺസിഡർ പുറത്തേക്ക് ഇങ്ങനെ ഒരു സാധനമായിട്ട് വന്നപ്പോ ജെ മൂവിയൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇങ്ങനെയൊക്കെ ഞാൻ അതായത് അതിനകത്തൊരു സീനുണ്ട്, സുരാജേട്ടന് ഇടയ്ക്കിടയ്ക്ക് നിമിഷം അടിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി മറ്റേ പൊറോട്ടയും ഇടിയപ്പവും വാങ്ങിച്ചു കൊടുക്കും. അത് ജയിലുണ്ട്, ഇവള് കൊണ്ടുപോയിട്ട് ഇടിയപ്പവും ചിക്കൻ കറിയും വാങ്ങി കൊടുക്കുന്നത്. എന്റെ കേസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു അടി എന്നെ പ്രചേരനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഉറക്കാൻ പോകുമോ? ഫസ്റ്റത്തെ സാധനം എന്നെ ചെയ്യുന്ന രീതിയിൽ. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് അങ്ങനെ ഞാൻ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരാള് എന്നെ ആ രീതിക്ക് അടിക്കാനൊക്കെ തുടങ്ങിയ പിന്നെ ഞാൻ ആളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? തിരിച്ചെന്റെ വീട്ടിലെ അച്ഛൻ അമ്മ എനിക്കൊരു തെറ്റുപറ്റി, ആ ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മ രണ്ട് കൈ നീട്ടി എന്നെ സ്വീകരിക്കും. എനിക്കിങ്ങനെ സഫർ ചെയ്ത് ഈ ലൈഫിലൂടെ കടന്ന് ഇത്രയും 10 വർഷം ഒരുമിച്ച് ജീവിക്കേണ്ട ആവശ്യം എനിക്ക് നല്ല ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്കും അതില്ല. പണ്ട് കാലത്ത് ഇതിനുള്ള പണ്ടെന്നല്ല, ഇപ്പൊ ഞങ്ങളെ കമ്പയർ ചെയ്യുന്ന എന്താ കലിപ്പന്റെ കാന്താരി പിന്നെന്തുവാ എന്തൊക്കെയോ പറഞ്ഞിട്ടാ. ഈ വാക്കുകളൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മര്യാദക്ക് കേൾക്കുന്നത് ഇപ്പോഴാ. കാരണം ഈ ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ വന്നത് ഈ 3-4 വർഷ കാലഘട്ടത്തിലല്ലേ. ഇതിനൊക്കെ എത്രയോ മുന്നേ വാട്സപ്പ് ഒന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫോൺ പോലും ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ ഞങ്ങള്. അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഫൈറ്റ്സ് ആണ്, അടികളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് ഒട്ടും ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കാനോ പറ്റുന്നില്ല അവരെ കൊണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇവര് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് ഇവർ പറയുമ്പോൾ അത് ഓക്കെ പറഞ്ഞു വിടുക, അത്രയും നടക്കും. കാരണം ആദ്യം മാസാക്കി പറഞ്ഞു, അത് എയറിൽ പോയി. ഇനിയിപ്പോൾ അത് കുറച്ച് മാറ്റി പറയാമെന്ന് വിചാരിച്ചു, അതും പാളിയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് പാവാണെന്ന് തോന്നുന്നു. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറയും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഇവർ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനാണ് പറയാം, എനിക്ക് തോന്നിയത് ഇവർ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. 10 വർഷം 13 വർഷമായിട്ട് പ്രേമിക്കുന്ന ആളുകളാണ്. ആ ടൈമിൽ, അതായത് പ്രേമത്തിൻ്റെ തുടക്ക സമയത്തോ കല്യാണം കഴിഞ്ഞ സമയത്തോ ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിപിടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വിഷയമല്ല, ഞങ്ങൾ അതൊക്കെ സോർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു, കഴിഞ്ഞു. ഇത് മതി. അതിനിടയിൽ ഞാൻ കലിപ്പനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മാസ് കാണിക്കാൻ അടിയും എന്ന് പറഞ്ഞ 2 ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മേടിച്ചിരുന്നുള്ള അടുത്ത ഡയലോഗ്. ഇതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ രണ്ടാമത് എക്സ്പ്ലനേഷൻ വന്നപ്പോൾ മിച്ചർ കൊണ്ടുള്ള അടിയും തോണ്ടലുമായി മാറിയത്. നാട്ടുകാർ ഇതും എടുത്തിട്ട് ട്രോളും. ഇതാ ഞാൻ പറഞ്ഞത്, റിയൽ സ്പേസിൽ ഇരുന്ന് പറയേണ്ട കാര്യങ്ങൾ അതിൽ പറയുക. റിയാലിറ്റി മിക്സ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരും. കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആകുമ്പോൾ അത് പറഞ്ഞേ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഒന്ന് സെൽഫ് ഓഡിറ്റ് ചെയ്യുക. ഇത് പുറത്തു പോയാൽ അങ്ങനെ. ഈ പ്രജിത്ത് എന്ന് പറഞ്ഞ പയ്യൻ കൃത്യമായി പറയുന്നുണ്ട്, ഇത് പുറത്തു പോയാൽ പ്രജിൻറ്റാ ഈ സംഗതി പുറത്തു പോയാൽ അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം അറിഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം പോലെ എനിക്കത് പോസിറ്റീവ് ഫീലായി. അപ്പം പിന്നെ അതിൽ ഇനിയിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറ്റിയത് പറ്റി, ഇനി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക.